ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊരു പഴയ ഒരു ബാത്റൂമാണ്, അതായത് ഓപ്പൺ ബാത്റൂമാണ്. അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഇതേ കണ്ടില്ലേ, നമ്മുടെ ഓൾഡ് ടൈപ്പ് സെപ്പറേറ്റ് ഫ്ലഷ് ടാങ്ക് വരുന്ന യൂറോപ്യൻ ക്ലോസറ്റാണ്. നമുക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ഇത് പീ ട്രാപ്പും കൂടെയാണ്. അപ്പം അതിൻ്റെ അളവാണ് ഇപ്പോൾ അവൻ വെച്ച് നോക്കുന്നത്. അതായത് പുതിയതിൻ്റെ വെച്ച് നോക്കുകയാണ്. അതായത് നമ്മളിപ്പം വെക്കാൻ ഉദ്ദേശിക്കുന്നത് സിംഗിൾ പീസാണ്. സിംഗിൾ പീസ് ക്ലോസറ്റാണ് നമുക്ക് ഇത് ഇളക്കി കളഞ്ഞിട്ട് നമുക്കത് വെക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ജോൺസൻ്റെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജോൺസൻ്റെ തന്നെയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അങ്ങനെ യാതൊരു കുഴപ്പവും ഇല്ലാത്തതാണ് ജോൺസൻ്റെ. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ജോൺസൻ്റെ ടാപ്പുകളും അതേപോലെ ക്ലോസറ്റ്, അതേപോലെ ഷവർ കോക്കുകൾ, അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് സിംഗിൾ പീസാണ് എടുത്തേക്കുന്നത്. അതേപോലെ വാഷബിളാണ്, സൈഫോണിക്കല്ല, വാഷബിളായിട്ടുള്ളത് എടുത്തേക്കുന്നത്. പീ ട്രാപ്പുമാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട് വരുന്ന ഭാഗമാണ് ഇതൊരു പ്ലെയിൻ ടീ ആണ് ഇവിടെ കിടക്കുന്നത്. അതേപോലെ റെഡ്യൂസ് ചെയ്ത് എയറും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അവിടെ തന്നെയായിട്ടാണ്, തൊട്ടപ്പുറത്താണ് കുഴി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കൊന്ന് റീചേഞ്ച് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ പഴയതും പുതിയതുമായിട്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് കവിളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ഔട്ട് ഇറങ്ങുന്ന ഭാഗം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് സ്വല്പം താഴോട്ടിച്ച് ഹോള് നമുക്ക് നീക്കി അടിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ ഫിറ്റിങ്സുകൾ നമ്മൾ ഊരിക്കളയാണ്. അതായത് ആംഗിൾ കോക്കുകളെല്ലാം അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറൊന്നും ചെയ്യുന്നില്ല. കാരണം അത് തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് തന്നെ നിർത്തിക്കൊണ്ട് കണക്ഷൻ ട്യൂബിൻ്റെ നീളം കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്യണം പഴയത്. അപ്പോൾ നമ്മൾ ജോൺസൻ്റെയാണ് എടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെയാണ് അതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്, ഓവൽ ഷേപ്പിലായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ വാഷബിളും കൂടെയാണ്. വാഷബിളിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കവിള് വലുതായിരിക്കും, ഔട്ട് ഇറങ്ങുന്ന ഭാഗം അതിൻ്റെ വലുതായിരിക്കും, സൈഫോണിക്കിൻ്റെ ചെറുതുമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും വീണാൽ പോലും ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങി പോകും. സൈഫോണിക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകത്തില്ല. അത് അവിടെ കൊണ്ട് ആ ട്രാപ്പിൻ്റെ അവിടെ ഭാഗം കൊണ്ട് അത് ബ്ലോക്കായിരിക്കാൻ ചാൻസ് കൂടുതലല്ല, ചാൻസാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ സൈഫോണിക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മളിതുപോലെ വാഷബിളും പലയിടത്തും വെച്ചും കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഈ പൈപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാണ്. അതായത് പഴയ പൈപ്പ് വന്നേക്കുന്ന പൈപ്പ് കട്ട് ചെയ്ത് കളയാണ്. അത് MCയിലും അതേപോലെ വൈറ്റ് സിമെൻ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ക്ലോസറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്യുന്നത്. നമ്മളൊന്ന് വലിച്ചൊക്കെ ഊരാൻ നോക്കി. എന്നിട്ട് നമ്മൾ ആ അഴിച്ച ഭാഗത്തെല്ലാം കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ക്ലോസറ്റിൻ്റെ അടിഭാഗത്ത് കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇച്ചിരി കഴുകി അതൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതായത് ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലോസറ്റ് എടുത്ത് അകത്ത് വെച്ചേക്കുന്നത് അതിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹോളുകൾ തമ്മിലുള്ള അളവ് നോക്കാനാണ്. നിങ്ങൾ കണ്ടില്ലേ, ആ കവിളിൻ്റെ, അതായത് ക്ലോസറ്റിൻ്റെ ഔട്ട് ഇറങ്ങുന്ന ഭാഗവും നമ്മൾ ഈ ഇരിക്കുന്ന പൈപ്പും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് നമ്മളിരിക്കുന്ന പൈപ്പ് മുകളിലോട്ടും ഇതിൻ്റെ ഔട്ട് വരുന്നത് താഴോട്ടുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഹോളൊന്ന് താപ്പോട്ടൊന്ന് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ആക്കി അതിൻ്റെ അകത്ത് തന്നെ ഗ്യാസ്കറ്റും കയറ്റി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്ക്രൂ അടിക്കുന്ന അതേ അളവിന് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് സ്ക്രൂ അടിച്ചിട്ടുണ്ട്, ഗ്രിപ്പ് അടിച്ചിറക്കി. ഇപ്പോൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, ആ ഗ്രിപ്പ് ഒന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്ക്രൂ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്യുന്നത്. കാരണം ക്ലോസറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് തന്നെ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ക്ലോസറ്റ് എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് പഴയത് ഇരുന്ന് അതേ പൊസിഷനിൽ തന്നെ നമ്മൾ വെച്ചു. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ സ്ക്രൂ ആണ് കയറ്റിയിടുന്നത്. അതായത് ക്ലോസറ്റിൻ്റെ കൂടെ തന്നെ വരുന്ന സ്ക്രൂ ആണ്. നമ്മൾ സെപ്പറേറ്റ് സ്ക്രൂ കൊണ്ടുവന്നു, പക്ഷേ ക്ലോസറ്റിൻ്റെ കൂടെ തന്നെ വരുന്ന സ്ക്രൂ തന്നെയാണ് ഇപ്പോൾ അവൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്ക്രൂ രണ്ട് സൈഡിൽ ഇട്ട്, കണ്ടില്ലേ, ആ ഹോളിൻ്റെ അകത്തൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ സ്ക്രൂ കാണാൻ കണ്ടോ. അപ്പോൾ അതുപോലെ ഇട്ടിട്ട് നമ്മൾ ഈ ഹോളിൻ്റെ അകത്തൂടെയാണ് നമുക്കിനി സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അതിൻ്റെ അകത്ത് ഇരുന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേ സൈഡിൽ കൂടെ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുറേ നേരം പിടിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ വലിയ സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ ഈ വലിയ സ്ക്രൂ ഡ്രൈവറും ഇല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്, അതിപ്പം തന്നെ കാണിക്കാം. അപ്പോൾ ആദ്യമേ ആ സ്ക്രൂ ഒന്ന് ചെറുതായിട്ട് നമ്മൾ കൈ ടൈറ്റിൻ്റെ അകത്ത് ഒന്ന് നിർത്തിയതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സ്ക്രൂ ഡ്രൈവർ ദാണ്ട് ഇതേപോലെ ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് നീളം കൂട്ടുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. നമ്മുടെ വലിയ സ്ക്രൂ ഡ്രൈവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ 2 സ്ക്രൂ ഡ്രൈവറിൽ സ്പോട്ട് ചെയ്ത് എപ്പോഴും കൈ സൂക്ഷിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് അടിച്ചിട്ട് നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യണം. നേരെ ആ ഹോളിൽ കൂടെ നേരെ, കണ്ടില്ലേ, ആ സ്ക്രൂവിൻ്റെ അകത്തോട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം, നമുക്ക് 2 ഉപയോഗങ്ങളുണ്ട്. പിന്നീട് ആ ഇൻസുലേഷൻ ടേപ്പ് ഇളക്കി കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ലെങ്ത് കൂട്ടണം. ഓൾറെഡി ലെങ്ത് കൂട്ടിയ ഒരു എണ്ണമുണ്ട്, നമ്മൾ എടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ആ ഹോളിൻ്റെ അകത്തൂടെ തന്നെ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ സ്ക്രൂ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്ക്രൂ സെറ്റ് ചെയ്യാതെ പോകരുത്. കാരണം കമ്പനി കാണാനല്ല ആ സാധനം 2 ഹോളുകൾ കൊടുത്തേക്കുന്നത്, അത് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അല്ലാതെ വൈറ്റ് സിമെൻറ്റിൻ്റെ അകത്തും ക്ലോസറ്റ് ഇറക്കി നിർത്താൻ നോക്കരുത്. നമ്മളിവിടെ സിലിക്കോണാണ് യൂസ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഈ സ്ക്രൂകൾ അടിക്കാതെ വിട്ടു പോകരുത്. കാരണം സ്ക്രൂ അടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്ക്രൂ ചെയ്യാൻ നോക്കുക. സ്ക്രൂ ചെയ്യണം എന്നേ ഞങ്ങളും പറയത്തുള്ളൂ. സ്ക്രൂ ചെയ്യാതെ വിടരുത്. കാരണം സീറ്റിങ്ങിന് എപ്പോഴും ഇത് ഫ്ലാറ്റായിട്ട് ഇരുന്നാൽ പോലും സ്ക്രൂ കൂടെ ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടെ നല്ലൊരു പിടുത്തം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് ഇത് സ്ക്രൂ ചെയ്ത് വെക്കണമെന്ന്. അങ്ങനെ നമ്മൾ സ്ക്രൂയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ക്ലോസറ്റിനെ ഇരുത്തിയിട്ടുണ്ട്. നമ്മൾ സിലിക്കോണിൻ്റെ അകത്താണ് ഈ സാധനം ഇരുത്തി നമ്മൾ അതേനോടൊപ്പം തന്നെ സ്ക്രൂവും ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സീറ്റ് കവറാണ് ഇടേണ്ടത്. സീറ്റ് കവറിൻ്റെ കൂടെ വന്നേക്കുന്നത് ലോക്ക് ടൈപ്പ് വന്നേക്കുന്നത് റൗണ്ടിൻ്റെ അകത്താണ് വരുന്നത്. ഇതുപോലെ കണ്ടില്ലേ, റൗണ്ട് ഒരു വാഷർ വന്നിട്ട് അതിൻ്റെ അകത്തൊരു കപ്പാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനും 2 സ്ക്രൂ ആണ് വരുന്നത്. എന്നിട്ട് 2 സ്ക്രൂ വന്നിട്ട് കൊളുത്തിയാൽ മാത്രം മതി. അങ്ങനെ ഔട്ട് സൈഡ് നമ്മൾ പൈപ്പ് ഇറക്കിയ ഭാഗമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡോർട്ടി കൊടുത്തു. എന്നിട്ട് 2 45 ഇട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഒരു കപ്ലിങ്ങിലോട്ട് കയറ്റിയേക്കുന്നത്. നമ്മൾ പഴയ എയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ 2 45 ഇടാനുള്ള കാരണം നമ്മൾ ഈ മണ്ണ് മാന്തുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഫിറ്റിങ്സ് തിരിച്ച് കൊടുക്കണ്ട എന്ന് കരുതി തന്നെ അത് ഇട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് ബെൻഡ് നമുക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു. അങ്ങനെ നമ്മൾ അത് ക്ലിയർ ചെയ്തു. അങ്ങനെ ക്ലോസറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളം അതിൻ്റെ അകത്ത് കയറ്റി നമ്മൾ ചാൽവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളം ഫ്ലഷിൻ്റെ അകത്ത് കയറുന്നുണ്ട്. മാക്സിമം ലെവൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. അതേപോലെ സൈഡിലുള്ള സിലിക്കോണെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് സിലിക്കോൺ നമ്മൾ സൈഡിലോട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലൊക്കെ ഇങ്ങനെ അഴുക്കുകൾ വന്ന് നിൽക്കാതെ നമുക്ക് ക്ലീൻ ചെയ്യാൻ നേരത്തെ ഈസി ആയിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ സിലിക്കോൺ എടുത്ത് കളയുന്നത് നല്ലതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയൊരു ഹെൽത്ത് ഫോസറ്റും വീട്ടുകാർ കൊണ്ടുവന്ന് തന്നെയാണ്. ഹെൽത്ത് ഫോസറ്റും അതേപോലെ ഒരു ഹാൻഡ് ഷവർ നമ്മൾ പഴയത് റിമൂവ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേ കണക്ഷൻ പൈപ്പ് തന്നെയാണ് അങ്ങോട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഔട്ട് സൈഡിൽ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മണ്ണിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോർട്ടി നമ്മൾ നേരത്തെ പ്ലെയിൻ ചെയ്യായിരുന്നു, നമ്മളിപ്പം ഡോർട്ടി കൊടുത്തത് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വീണിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ എന്തെങ്കിലും ബ്ലോക്കൊക്കെ നോക്കാനൊക്കെ നമുക്ക് ഡോർട്ടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ നമ്മൾ ആ സിലിക്കോണും കാര്യങ്ങളെല്ലാം വെച്ച് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അതേപോലെ സീറ്റ് കവർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ പഴയ കണക്ഷൻ ട്യൂബ് മാറ്റിയിട്ട് പുതിയൊരു കണക്ഷൻ ട്യൂബ്, അതായത് 1 മീറ്ററിൻ്റെ കണക്ഷൻ ട്യൂബാണ് ഇട്ടേക്കുന്നത്. ആംഗിൾ കോക്കോ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അത് പഴയ തന്നെ മതി, ഇങ്ങനെ ഇരുന്നാൽ മതി. ഔട്ട് സൈഡ് ആയതുകൊണ്ട് ഇത് തന്നെ മതി എന്നുള്ളത് കൊണ്ടാണ് നമ്മളതും ചെയ്തത്. അപ്പം പഴയ ക്ലോസറ്റ് നമുക്ക് ഈസി ആയിട്ട് ഔട്ട് സൈഡുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു ബാത്റൂമുകളുണ്ടെങ്കിൽ നമുക്ക് മാറ്റി നമുക്ക് ഇതേപോലുള്ള സിംഗിൾ പീസുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം പഴയ ബാത്റൂമുകളെ ഒരു ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള സിംഗിൾ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സെറ്റും അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് അല്ലാതെ ഡബിൾ സൈഡായിട്ട് നമുക്ക് വാങ്ങേണ്ട ആവശ്യതയില്ല. അപ്പം ഫുൾ സെറ്റാക്കി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വെള്ളവും ഫ്ലഷ് ചെയ്ത് നോക്കി, യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.